അപ്പോൾ അത്രയുമാണ് കംപ്ലൈൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ 10 നീഡിൽ ആദ്യത്തെ 3 എണ്ണമാണ് ഈ ഒരു കംപ്ലൈൻസിലുള്ളത്. ഓർക്ക് അത് മൂവിങ് ടുവേർഡ് സ്ട്രാറ്റജിയാണ്. ഇനി രണ്ടാമത്തെ കോപ്പിംഗ് സ്ട്രാറ്റജിയാണ് അഗ്രഷൻ, ഓൾസോ കോൾഡ് മൂവിങ് എഗെയിൻസ്റ്റ് and the expansive solution. Here children's first reaction to parental indifference is anger or basic hostility. അതായത് ഇവിടെ ബേസിക് ആൻസൈറ്റി ആയിരുന്നെങ്കിൽ ഇവിടെ ബേസിക് ഹോസ്റ്റിലിറ്റി ആണ് ആ കുട്ടികൾക്ക് പാരൻസിനോട് ഉണ്ടാവുക. അപ്പോൾ പാരന്റ് ഇൻഡിഫറൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന കാര്യം എന്താണ്? ആങ്കർ ആണല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു നീഡ്സിൽ 4 തൊട്ട് 8 വരെയുള്ള നീഡ്സ് ആണ് ഈ ഒരു അഗ്രഷനിൽ ഉള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീഡ് ഫോർ പവർ, need to exploit others, need for social recognition and prestige, the need for personal admiration and need for personal achievement. ഇത്രയുമാണ് ഈ ഒരു അഗ്രഷൻ അല്ലെങ്കിൽ മൂവിങ് എഗെയിൻസ്റ്റ് കോപ്പിംഗ് സ്ട്രാറ്റജിയിൽ ഉള്ളത്. ഇനി മൂന്നാമത്തെ കോപ്പിംഗ് സ്ട്രാറ്റജി ആയിട്ടുള്ള വിഡ്രോവൽ അല്ലെങ്കിൽ മൂവിങ് എവേ ഫോമിൽ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ when neither aggression nor complaints eliminate the parental indifference, Horney recognized that children attempt to solve the problem by becoming self-sufficient. അതായത് ഒന്നെങ്കിൽ ആ ഒരു പാരന്റൽ ഇൻഡിഫറൻസ് ഒന്നെങ്കിൽ എന്താ ഈ ഒരു നമുക്ക് അഗ്രഷനിലൂടെ അല്ലെങ്കിൽ കംപ്ലൈൻസിലൂടെയും മാറുന്നില്ല എന്ന് വിചാരിക്കുക. പാരൻസിൻ്റെ ഈ ഒരു ഇൻഡിഫറൻസ് എലിമിനേറ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. ഒന്നെങ്കിൽ അവർ കംപ്ലൈൻസ് കാണിച്ചു, ഇവിടെ അഗ്രഷൻ കാണിച്ചു, എന്നിട്ട് മാറുന്നില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? സെൽഫ് സഫിഷ്യൻ്റ് ആവാൻ വേണ്ടി ശ്രമിക്കും. അതാണ് ഈ ഒരു വിഡ്രോവലിൽ ഉള്ളത്. This includes the neurotic needs for self-sufficiency and independence and those for perfection and unassailability. അപ്പോൾ ഈ ഒരു ലാസ്റ്റത്തെ നീഡ്സ് ആണ് ഈ ഒരു വിഡ്രോവലിൽ ഉള്ളത്. സോ ഇത്രയുമാണ് നമ്മുടെ കോപ്പിംഗ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ആ ഒരു 3 എണ്ണം. ദെൻ തിയറി ഓഫ് സെൽഫാണ് ഈ ഒരു ഹോണി കൊണ്ടുവന്നിട്ടുള്ള ഒരു സെൽഫിൻ്റെ തിയറിയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. Horney also shared Abraham Maslow's view that self-actualization is something that all people strive for. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ പറഞ്ഞിട്ടുണ്ടല്ലേ, സെൽഫ് ആക്ച്വലൈസേഷൻ ഒക്കെ ഇമ്പോർട്ടൻസ് ഈ ഒരു കാനൻ ഹോണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ മനുഷ്യരും ത്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബൈ സെൽഫ് ഷി അണ്ടർസ്റ്റുഡ് ദ കോർ ഓഫ് വൺസ് ഓൺ ബീയിങ് ആൻഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ സെൽഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? വൺസ് ഓൺ ബീയിങ് ആൻഡ് പൊട്ടൻഷ്യൽ ആണ്. Horney believed that if we have an accurate conception of our own self, then we are free to realize our potential and achieve that what we wish within reasonable boundaries. അപ്പോൾ നമ്മുടെ സ്വന്തം സെൽഫ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുമെങ്കിൽ നമുക്ക് നമ്മുടെ ട്രൂ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ആഗ്രഹം, അതേപോലെ തന്നെ നമ്മുടെ ബൗണ്ടറീസ് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വെൽ അവെയർഡ് ആയിരിക്കും. Self-actualization is a healthy person's aim through life as opposed to the neurotics clinging to a set of key needs. അപ്പോൾ ഈ ഒരു ന്യൂറോട്ടിക് നീഡ്സിലേക്ക് ക്ലിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നമ്മുടെ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ കിട്ടുക എന്നുള്ളതാണ് ഒരു ഹെൽത്തി പേഴ്സൻ്റെ എയിം. അപ്പോൾ ഈ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ ഇല്ലാത്തവരായിരിക്കും എന്ത് ചെയ്യുക? ഈ ഒരു ന്യൂറോട്ടിക് നീഡ്സിൻ്റെ വഴി തന്നെ പോവുക. അക്കോർഡിംഗ് ടു ഹോണി വി ക്യാൻ ഹാവ് 2 views ഓഫ് അവർ സെൽഫ്. അപ്പോൾ ഈ ഒരു ഹോണി പറഞ്ഞത് നമുക്ക് സെൽഫിനോട് സെൽഫ് 2 ടൈപ്പ് ഉണ്ടെന്നാണ്, റിയൽ സെൽഫും ഐഡിയൽ സെൽഫും. അപ്പോൾ സെൽഫിനെ നമുക്ക് ഈ 2 രീതിയിലും നോക്കിക്കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ റിയൽ സെൽഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ് ഹൂ ആൻഡ് വാട്ട് വി ആക്ച്വലി ആർ. എന്താണ് നമ്മൾ ശരിക്കും, നമ്മുടെ ശരിക്കുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ്, നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണ്, നമ്മുടെ ആഗ്രഹം എന്താണ്, നമ്മുടെ ബൗണ്ടറീസ് എന്താണ്, അതാണ് ഈ ഒരു റിയൽ സെൽഫ്. Then ideal self is the type of person we feel that we should be. അതായത് നമുക്കൊക്കെ ഒരു ഐഡിയൽ സെൽഫ് ഉണ്ടാവില്ലേ, ഇന്ന ആളായിട്ട് മാറണം, ഇന്ന ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ഐഡിയൽ ആയിട്ട് വെച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും, അതിനെയാണ് ഈ ഒരു ഐഡിയൽ സെൽഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The real self has the potential for growth, happiness, will power, realization of gift, etc. But it also has deficiencies. ഇപ്പോൾ റിയൽ സെൽഫിന് ഈ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടും ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടും വിൽ പവറിന് വേണ്ടിയിട്ടും ഒരു ഗിഫ്റ്റിന് റിയലൈസേഷന് വേണ്ടിയിട്ടൊക്കെയുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അതേപോലെ തന്നെ അതിന് കുറച്ച് ഡെഫിഷ്യൻസീസും ഉണ്ട്. The ideal self is used as a model to assess the real self in developing its potential and achieving self-actualization. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു റിയൽ സെൽഫിൽ നിന്ന് ഐഡിയൽ സെൽഫിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എന്തായാലും ഒബിയസ്ലി ഇപ്പോൾ ഉള്ള ലെവലിൽ നിന്ന് നമുക്ക് എന്തായാലും അപ്ഗ്രേഡ് ചെയ്തിട്ട് നമുക്ക് ആഗ്രഹമുള്ള പോലെ നമുക്ക് എന്താണോ ആയിത്തീരേണ്ടത് ആ ഒരു ഐഡിയൽ സെൽഫിലേക്കാണ് പോവാം. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് ലീഡ് ചെയ്യുന്നതെന്നാണ് കാരൻ ഹോണി പറഞ്ഞത്.
ദെൻ ഈ ഒരു തിയറിൻ്റെ ഇവാലുവേഷൻ നമുക്ക് നോക്കാം. ഇത്രയേ ഉള്ളൂ കാരൻ ഹോണിയുടെ തിയറി. ഹോണി ടുഗദർ വിത്ത് ഫെലോ സൈക്കോ അനലിസ്റ്റ് ആഡ്ലർ ഫോം ദ നിയോ ഫ്രൂയിഡിയൻ ഡിസിപ്ലിൻ. പിന്നെ നിയോ ഫ്രൂയിഡിയൻ ഡിസിപ്ലിൻ ആരൊക്കെയാണ് കൊണ്ടത്? ഹോണിയും അതേപോലെ തന്നെ ആൽഫ്രഡ് ആഡ്ലറും ആണ്. Freud's notion of Oedipus complex and penis envy was subject to criticism by Horney. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇഡിപ്പൽ കോംപ്ലക്സും പെനിസ് എൻവിയും ഒക്കെ ഹോണി ക്രിട്ടിസൈസ് ചെയ്തു, ക്ലെയിമിംഗ് ദാറ്റ് ദ ക്ലിംഗിങ് to one parent and jealousy on the other was simply the result of anxiety caused by a disturbance in the parent-child relationship. അപ്പോൾ ഒരു പാരൻറ്റിനോട് തന്നെ അറ്റാച്ച് ചെയ്തിരിക്കുക, മറ്റേ പാരൻറ്റിനോട് ജലസി തോന്നുക, ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് ഒരു സെക്ഷൽ ഡ്രൈവ് കാരണമല്ല, പകരം എന്താണ് അവരുടെ ആ ഒരു പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പിൽ വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണെന്നാണ് ഹോണി പറഞ്ഞു വെച്ചത്. Horney reformulated Freudian thought, presenting a holistic and humanitarian view of the individual psyche, which placed much emphasis on cultural and social differences worldwide. അപ്പോൾ ഇതൊരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹ്യൂമനിറ്റേറിയൻ വ്യൂ ആണ് ഹോണി കൊണ്ടുവന്നത്. അതിൽ കൾച്ചറൽ ഫാക്ടേഴ്സിനും സോഷ്യൽ ഡിഫറൻസുകൾക്കൊക്കെ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തു. Karen Horney was undoubtedly a great influence to numerous self-psychologists, humanist, cognitive therapist, psychoanalyst, feminist and existentialist. അപ്പോൾ ഇത്രയും ആളുകൾക്കൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ആയത് കാരൻ ഹോണിയുടെ വർക്കാണ്. ആസ് എ തിയറിസ്റ്റ്, ലീഡർ, ടീച്ചർ ആൻഡ് തെറാപ്പിസ്റ്റ്, Horney made numerous contributions that have been highly significant in shaping and advancing psychological thought. അപ്പോൾ സൈക്കോളജിക്കൽ തോട്ടിനെ ഷേപ്പ് ചെയ്യാനും അഡ്വാൻസ് ചെയ്യാനൊക്കെ നമ്മുടെ ഹോണിൻ്റെ തിയറീസിനെ കൊണ്ട് സാധിച്ചു. The major negative comment about Horney's theory is that her theory is limited to the neurotic. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നീഡ്സിനെയൊക്കെ ന്യൂറോട്ടിക് ആയിട്ടാണ് നമ്മുടെ കാരൻ ഹോണി കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, മേജർ ലിമിറ്റേഷൻ എന്താണ്? ഇതിൽ തിയറി ലിമിറ്റഡ് ടു ന്യൂറോട്ടിക് എന്നുള്ള കാര്യമാണ്. സോ അത്രയാണ് കാരൻ ഹോണിൻ്റെ തിയറി. ഇനി നമ്മൾ നോക്കുന്നത് ലാസ്റ്റായിട്ട് സള്ളിവൻ്റെ തിയറി ഓഫ് പേഴ്സണാലിറ്റി ആണ്. പിന്നെ ആദ്യം ഫ്രൂയിഡ്, പിന്നെ കാരൻ ഹോണി, ദെൻ ലാസ്റ്റ് സള്ളിവൻ. ഹാരി സ്റ്റാക്ക് സള്ളിവൻ വാസ് ബോൺ ഇൻ നോർവിച്ച് നിയർ ന്യൂയോർക്ക് ആൻഡ് ഡൈഡ് ഇൻ 1949 ഇൻ പാരീസ്. അപ്പോൾ ഒരു സള്ളിവൻ്റെ ഒരു ഹിസ്റ്ററിയാണ് നമ്മളിവിടെ പറയുന്നത്. ഇതിൽ നിങ്ങൾ ഇതേപോലെ തന്നെ വായിച്ച് നോക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ്, സള്ളിവൻ പ്ലേസ് എ ലോട്ട് ഓഫ് ഫോക്കസ് ഓൺ ബോത്ത് സോഷ്യൽ ആസ്പെക്ട് ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് കോഗ്നിറ്റീവ് റെപ്രസെൻറ്റേഷൻസ്. അപ്പോൾ ഫ്രൂയിഡിൻ്റെ കാര്യത്തിൽ ഇല്ലാതിരുന്ന രണ്ട് കാര്യങ്ങൾ ഇദ്ദേഹം കൊണ്ടുവന്നു. സോഷ്യൽ ആസ്പെക്റ്റും കൊണ്ടുവന്നു, അതേപോലെ തന്നെ കോഗ്നിറ്റീവ് റെപ്രസെൻറ്റേഷനും കൊണ്ടുവന്നു. അപ്പോൾ കാരൻ ഹോണിക്കും കോഗ്നിറ്റീവ് റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സള്ളിവൻ്റെ തിയറി ആവുന്ന സമയത്ത് സോഷ്യൽ ആസ്പെക്റ്റും കോഗ്നിറ്റീവ് റെപ്രസെൻറ്റേഷനൊക്കെ കൊണ്ടുവന്നു. സള്ളിവൻ കോൾഡ് ദിസ് അപ്രോച്ച് ആൻഡ് ഇന്റർപേഴ്സണൽ തിയറി ഓഫ് സൈക്കാട്രി. അപ്പോൾ സള്ളിവൻ്റെ തിയറി എന്താണ്? ഇന്റർപേഴ്സണൽ തിയറി ഓഫ് സൈക്കാട്രി എന്നാണ് അറിയപ്പെടുന്നത്. ബിക്കോസ് ഹി ബിലീവ്ഡ് സൈക്കാട്രി ഈസ് ദ സ്റ്റഡി ഓഫ് വാട്ട് ഗോസ് ഓൺ ബിറ്റ്വീൻ പീപ്പിൾ. അപ്പോൾ ഇത്രയും നാൾ പറഞ്ഞ പോലെ ഒരു വിത്തിൻ ദ പീപ്പിളിൽ നടക്കുന്ന, ഒരു വ്യക്തിൻ്റെ ഉള്ളിൽ മാത്രം നടക്കുന്ന കാര്യമല്ല നമ്മുടെ ഈ ഒരു സൈക്കാട്രിയിൽ പഠിക്കേണ്ടത്. പകരം എന്താണ്, ആളുകൾ തമ്മിൽ ബിറ്റ്വീൻ പീപ്പിൾ എന്താണ് നടക്കുന്നത് അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് സള്ളിവൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇന്റർപേഴ്സണൽ സൈക്കാട്രി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. This is in contrast to Freud's paradigm that focuses on what goes inside people. ഇപ്പോൾ ഫ്രൂയിഡൊക്കെ എന്താണ്, ഒരു വ്യക്തിയുടെ ഉള്ളിൽ എന്തൊക്കെ നടക്കുന്നതാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. Freud's is a drive model while Sullivan's is an interpersonal model. അപ്പോൾ ഫ്രൂയിഡിൻ്റെ എന്തായിരുന്നു, ഒരു ഡ്രൈവ് മോഡലായിരുന്നു. സള്ളിവൻ്റെത് ഇന്റർപേഴ്സണൽ മോഡലായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ ഫോർ സള്ളിവൻ റിലേഷൻഷിപ്സ് ആർ പ്രൈമറി. അപ്പോൾ ഈ ഒരു നമുക്ക് പ്രൈമറി ആയിട്ടുള്ളൊരു കാര്യം എന്താണ്, നമ്മൾ മറ്റുള്ളവരായിട്ട് ഫോം ചെയ്യുന്ന റിലേഷൻഷിപ്പുകളാണെന്നാണ് സള്ളിവൻ പറഞ്ഞത്. Personality is a hypothetical entity that cannot be observed or studied apart from interpersonal situations wherein it is made manifest. അതായത് ഒരു ഇന്റർപേഴ്സണൽ സിറ്റുവേഷനിലാണ് പേഴ്സണാലിറ്റി ഉണ്ടാവുന്നത്, മാനിഫെസ്റ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു ഇന്റർപേഴ്സണൽ സിറ്റുവേഷൻസ് ഒഴിവാക്കി വെച്ചിട്ട് നമുക്ക് ഒരിക്കലും പേഴ്സണാലിറ്റിയെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് സള്ളിവൻ പറഞ്ഞത്. The only way personality can be known is through the medium of interpersonal interaction. അതുപോലെ തന്നെ നമുക്ക് പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ, ഒരാളുടെ പേഴ്സണാലിറ്റി നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക, അവരായിട്ട് ഇന്റർപേഴ്സണലി നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്താണ്. Therefore, the unit of study is not the individual person but the interpersonal situation. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ പേഴ്സണെ അല്ല, ആ ഒരു ഇന്റർപേഴ്സണൽ സിറ്റുവേഷനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത്. Sullivan's theory can be explained under 3 main headings. ഈ 3 ഹെഡിങ്സ് വഴിയാണ് നമ്മൾ സള്ളിവൻ്റെ തിയറി പറയാം. കാരൻ ഹോണിൻ്റെ പറഞ്ഞ പോലെ തന്നെ 3 ഹെഡിങ്സ് ഇവിടെയുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡൈനാമിക്സ് ഓഫ് പേഴ്സണാലിറ്റി, ദെൻ എൻഡ്യൂറിംഗ് ആസ്പെക്ട് ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് ഡെവലപ്മെന്റൽ എപ്പോക്സ്. സോ ഫസ്റ്റത്തെ ഡൈനാമിക്സ് ഓഫ് പേഴ്സണാലിറ്റി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സള്ളിവൻ കൺസെപ്റ്റലൈസ്ഡ് പേഴ്സണാലിറ്റി ആസ് ആൻ എനർജി സിസ്റ്റം. പേഴ്സണാലിറ്റി ഒരു എനർജി സിസ്റ്റം ആയിട്ടാണ് നമ്മുടെ സള്ളിവൻ കണ്ടത്.
with energy existing either as ടെൻഷൻ ഓർ ആസ് എനർജി ട്രാൻസ്ഫോർമേഷൻ. ഈ ഒരു എനർജി എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഒന്നുകിൽ ടെൻഷനായിട്ട് അല്ലെങ്കിൽ എനർജി ട്രാൻസ്ഫോർമേഷൻ ആയിട്ടാണ് ആ ഒരു എനർജി എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ടെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊട്ടൻഷ്യാലിറ്റി ഫോർ ആക്ഷൻ ആണ്. എനർജി ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ഷൻ ദംസെൽസ്. ഈ ഒരു ആക്ഷന് വേണ്ടിയിട്ടുള്ള പൊട്ടൻഷ്യാലിറ്റി ആണ് ടെൻഷൻ. അപ്പോൾ ഒരു ആക്ഷൻ്റെ പേര് തന്നെയാണ് ഈ ഒരു എനർജി ട്രാൻസ്ഫോർമേഷൻസ്. അപ്പോൾ ഇതാണ് ഈ ഒരു പേഴ്സണാലിറ്റി അദ്ദേഹം കണ്ടിട്ടുള്ള ഒരു എനർജി സിസ്റ്റം ആയിട്ടാണ്. ഈ ഫർദർ ഡിവൈഡഡ് ടെൻഷൻസ് ഇൻറ്റു നീഡ്സ് ആൻഡ് ആൻസൈറ്റി. ഇപ്പോൾ 2 ടൈപ്പ് എനർജി സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? അതിൽ ടെൻഷൻ അദ്ദേഹം എന്ത് ചെയ്തു? 2 ഡിവൈഡ് ചെയ്തു, നീഡ്സും ആൻസൈറ്റിയും. നീഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിലേറ്റ് എയ്തർ ടു ദ ജനറൽ വെൽബീങ് ഓഫ് എ പേഴ്സൺ ഓർ ടു സ്പെസിഫിക് സോൺ സച്ച് ആസ് ദ മൗത്ത് ഓർ ജെനിറ്റൽസ്. അപ്പോൾ നീഡ്സ് ഒന്നെങ്കിൽ എന്തായിരിക്കും? വ്യക്തിയുടെ ഒരു ജനറൽ വെൽബീങ്ങിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ഒരു സ്പെസിഫിക് ബോഡി പാർട്ടിലോ ജെനൈറ്റലിലോ വേണ്ടിയിട്ടുള്ളതായിരിക്കും. General needs can be either physiological such as food or oxygen, or they can be interpersonal such as tenderness and intimacy. അപ്പോൾ ഈ ഒരു ജനറൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ജനറൽ വെൽബീങ്ങിന് വേണ്ടിയിട്ട് ഒന്നുകിൽ അവരുടെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഫുഡും ഓക്സിജനും ഒക്കെ വേണമെന്നുള്ള നീഡുകളായിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കാം? ഈ ഒരു ടെൻഡർനെസ് അല്ലെങ്കിൽ ഇൻറ്റിമസി വേണമെന്നുള്ള നീഡുകളായിരിക്കാം. ഇനി they are conjunctive and call for specific actions to reduce them. അപ്പോൾ ഈ ഒരു നീഡ്സിനെ ഒക്കെ റെഡ്യൂസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഒപ്റ്റിമൽ ലെവലിൽ പോകാൻ വേണ്ടി പറ്റുള്ളൂ. ദെൻ ആൻസൈറ്റി ഈസ് distinctive and calls for no consistent actions for its relief. അപ്പോൾ ഈ ഒരു അതിൻ്റെ റിലീഫിന് വേണ്ടിയിട്ട് നമുക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാവാറില്ല. സലിവൻ കോൾഡ് ആൻസൈറ്റി ദ ചീഫ് ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ് ഇൻ ഇന്റർപേഴ്സണൽ റിലേഷൻസ്. അപ്പോൾ ഈ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ നമുക്ക് മറ്റുള്ള ആളുകളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ മെയിനായിട്ട് വരുന്ന ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ് ആയിട്ടാണ് സള്ളിവൻ ഈ ഒരു ആൻസൈറ്റിയെ പറഞ്ഞത്. കംപ്ലീറ്റ് അബ്സെൻസ് ഓഫ് ആൻസൈറ്റി ആൻഡ് അതർ ടെൻഷൻസ് ഈസ് കോൾഡ് യൂഫോറിയ. അപ്പോൾ ഈ ഒരു ടെൻഷനും ആൻസൈറ്റിയും അതേപോലെ തന്നെ മറ്റ് ടെൻഷനുകളൊന്നും ഇല്ലാത്തൊരവസ്ഥയെ അദ്ദേഹം എന്താ വിളിച്ചത്? യൂഫോറിയ എന്നാണ്. Then Sullivan recognized 3 levels of cognition or way of perceiving things. അപ്പോൾ നമ്മൾ 3 രീതിയിലാണ് കാര്യങ്ങളെ പെർസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 3 ടൈപ്പ് ലെവൽ ഓഫ് കോഗ്നിഷൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടോടാക്സിക് ആണ്. കണ്ടെയ്ൻസ് ദ പ്രിമിറ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ഇൻഫാൻറ്റ്. ഒരു ഇൻഫാൻറ്റിന് ഉണ്ടാകുന്ന പ്രിമിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളാണ് പ്രോട്ടോടാക്സിക്. Experience that are impossible to put into words or to communicate to others are called prototaxic. അതായത് ഈ ഒരു ഇൻഫാൻസിൻ്റെ സമയത്താവുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും? അവരുടെ എക്സ്പീരിയൻസുകളൊന്നും നമുക്ക് വേർഡ്സിലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രോട്ടോടാക്സിക്കിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ന്യൂബോൺ ഇൻഫാൻസ് എക്സ്പീരിയൻസ് ഇമേജസ് മോസ്റ്റ്ലി ഓൺ എ പ്രോട്ടോടാക്സിക് ലെവൽ. അപ്പോൾ ഒരു ന്യൂബോൺ ഇൻഫാൻസിന് അവർക്ക് വേർഡ്സ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇമേജസ് ഒക്കെ ഒരു പ്രോട്ടോടാക്സിക് ലെവലായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ അടുത്താണ് പാരാടാക്സിക്. എക്സ്പീരിയൻസ് ദാറ്റ് ആർ പ്രിലോജിക്കൽ ആൻഡ് നിയർലി ഇമ്പോസിബിൾ ടു അക്യുറേറ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ടു അതേഴ്സ് ആർ കോൾഡ് പാരാടാക്സിക്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രിലോജിക്കലാണ്, പക്ഷേ നിയർലി ഇമ്പോസിബിൾ ആണ്, നമുക്ക് അക്യുറേറ്റ് ആയിട്ട് പറയാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പാരാടാക്സിക്കിൽ ഉള്ളത്. ഇൻക്ലൂഡഡ് ഇൻ ദീസ് ആർ erroneous assumptions about cause and effect which Sullivan termed parataxic distortions. അപ്പോൾ ഒരു കോസ് ആൻഡ് എഫക്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പാരാടാക്സിക്കിൽ ഉള്ള കാര്യങ്ങളാണ്. പിന്നെ അടുത്തതാണ് സിൻടാക്സിക്. എക്സ്പീരിയൻസ് ദാറ്റ് ക്യാൻ ബി അക്യുറേറ്റ്ലി കമ്മ്യൂണിക്കേറ്റഡ് ടു അതേഴ്സ് ആർ കോൾഡ് സിൻടാക്സ്. ഇതിൽ നമുക്ക് ഒട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പക്ഷെ ഇതാവുന്ന സമയത്തേക്ക് എന്താണ്? സിൻടാക്സിക് ആവുന്ന സമയത്തേക്ക് നമുക്ക് അക്യുറേറ്റ് ആയിട്ട് അവരായിട്ട് മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. Children become capable of syntactic language at about 12 to 18 months of age. അപ്പോൾ നമുക്ക് ഒരു വയസ്സ് 1.5 വയസ്സൊക്കെ ആവുന്ന സമയത്തേക്ക് കുട്ടികൾക്ക് മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് എന്താണോ ആവശ്യം അത് ചോദിച്ചു വാങ്ങാനുള്ള ഒരു എബിലിറ്റിയിലേക്ക് അവർ എത്തും. When words begin to have the same meaning for them that they do for others. In the life of a normal person, syntactic experience remain dominant. ഒരാളുടെ ലൈഫ് മൊത്തം നോക്കുന്ന സമയത്ത് നോർമൽ പേഴ്സൺ ആകുന്ന സമയത്ത് ഈ ഒരു സിൻടാക്സിക് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളാണ് ഡൊമിനേറ്റ് ആയിട്ട് നിൽക്കുക. ഒബ്വിയസ്ലി നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു 3 ലെവൽസ് ഓഫ് കോഗ്നിഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കുക: പ്രോട്ടോടാക്സിക്കും, പാരാടാക്സിക്കും, സിൻടാക്സിക്കും. ദെൻ എൻഡ്യൂറിങ് ആസ്പെക്ട് ഓഫ് പേഴ്സണാലിറ്റി ആണ്
Sullivan, in his theory of personality, emphasized those aspects of personality which are enduring in nature. അപ്പോൾ ഈ ഒരു നേച്ചറിൽ എൻജോയ് ചെയ്യുന്ന കുറച്ച് ആസ്പെക്റ്റുകൾ, പേഴ്സണാലിറ്റീൻ്റെ ആസ്പെക്റ്റുകൾ അദ്ദേഹം പറഞ്ഞു വെച്ചു. എമംഗ് ദം ഫോളോയിങ് 3 ആർ മെയിൻ എൻജോയിങ് ആസ്പെക്ട്. അപ്പോൾ എൻജോയിങ് ആസ്പെക്റ്റിൽ 3 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഫസ്റ്റ് ഡൈനാമിസം, ദെൻ പേഴ്സണോണിഫിക്കേഷൻ ആൻഡ് സെൽഫ് സിസ്റ്റം. അപ്പോൾ ഈ 3 എണ്ണം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ എൻജോയിങ് ആസ്പെക്ട് ഓഫ് പേഴ്സണാലിറ്റി ആണ് ഡൈനാമിസം. Sullivan used the term dynamism to refer to a typical pattern of behavior. ഒരു ബിഹേവിയറിൻ്റെ ടിപ്പിക്കൽ പാറ്റേണിനെയാണ് അദ്ദേഹം ഡൈനാമിസം കൊണ്ട് ഉദ്ദേശിച്ചത്. 2 types of dynamism are distinguished by him. 2 ടൈപ്പ് ഡൈനാമിസം പറഞ്ഞു വെച്ചു. ഡൈനാമിസം റിലേറ്റഡ് ടു സ്പെസിഫിക് സോൺസ് ഓഫ് ദ ബോഡി ആൻഡ് റിലേറ്റഡ് ടു ടെൻഷൻസ്. അപ്പോൾ ഒന്നുകിൽ ഏതെങ്കിലും ഒരു ബോഡിയുടെ സ്പെസിഫിക് സോണായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൈനാമിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ടെൻഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൈനാമിസം ആയിരിക്കാം. The first type of dynamism leads to the satisfaction of particular bodily needs such as hunger, thirst. അപ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ ഡൈനാമിസം റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താ, ഒരു സ്പെസിഫിക് സോൺ ഓഫ് ദ ബോഡിയാണ് അല്ലേ. ഒന്നുകിൽ ഹങ്കർ ആയിരിക്കാം, തേഴ്സ്റ്റ് ആയിരിക്കാം, അത്തരം കാര്യങ്ങളുള്ള ബോഡി നീഡ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ആ ഒരു ഡൈനാമിസം റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഡൈനാമിസം റിലേറ്റഡ് ടു ടെൻഷൻ ആണെങ്കിൽ അതിൽ 3 സബ് ടൈപ്പുകളുണ്ട്. ഫസ്റ്റത്തേത് ഡിസ്ജങ്ക്റ്റീവ് dynamism, then conjunctive dynamism and isolating dynamism. The distinctive dynamism of evil and hatred is called malevolence. First the subtype ആണ് ഈ malevolence, defined by Sullivan as the feeling of living among one's enemies. അതായത് എപ്പോഴും ശത്രുക്കളുടെ ഇടയിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ഒരു ബിലീഫ്. അതാണ് ഫസ്റ്റ് ഈ ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് ഡൈനാമിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Those children who become malevolent much have difficulty giving and receiving tenderness or being intimate with other people. അപ്പോൾ ഈ ഒരു എപ്പോഴും ഞാൻ എനിമീസിൻ്റെ ഇടയിലാണ് ജീവിക്കുന്നതെന്ന് തോന്നുന്ന സമയത്ത് അവർക്ക് മറ്റുള്ളവരായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഒന്നും കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഴിവ് ഉണ്ടായിരിക്കില്ല. അവർക്ക് എപ്പോഴും എന്തായിരിക്കും, ആ ഒരു ഇൻറ്റിമസി കീപ്പ് ചെയ്യുന്നതിൽ ഡിഫിക്കൽട്ടി തോന്നും. ദെൻ ദ കൺജക്റ്റീവ് ഡൈനാമിസം marked by a close personal relationship between 2 people of equal status is called intimacy. അപ്പോൾ ഒരേ സ്റ്റാറ്റസിലുള്ള, ഈക്വൽ സ്റ്റാറ്റസിലുള്ള 2 പേരുടെ ഇടയിലുള്ള ആ ഒരു ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ഇൻറ്റിമസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റീവ് ഡൈനാമിസത്തിൽ മാലിവോളൻസ് ആയിരുന്നു. കൺജക്റ്റീവ് ഡൈനാമിസത്തിൽ എന്താണ്, ഇൻറ്റിമസി ആണ്. Intimacy facilitates interpersonal development while decreasing both anxiety and loneliness. അപ്പോൾ ഈ ഒരു ഇന്റർപേഴ്സണൽ ഡെവലപ്മെന്റിനെ എൻഹാൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഇൻറ്റിമസി. അതേപോലെ തന്നെ നമ്മുടെ ആൻസൈറ്റിനെയും അതേപോലെ തന്നെ ലോൺലിനെസ്, ഒറ്റപ്പെടലിനെയൊക്കെ ഡിക്രീസ് ചെയ്യുന്നതും ഈ ഒരു ഇൻറ്റിമസിയാണ്. ദെൻ ഐസൊലേറ്റിംഗ് ഡൈനാമിക്സ് ആണ്. ഇൻ കോൺട്രാസ്റ്റ് ടു ബോത്ത് മാലിവോളൻസ് ആൻഡ് ഇൻറ്റിമസി, ലസ്റ്റ് ഈസ് ആൻ ഐസൊലേറ്റിംഗ് ഡൈനാമിക്സ്. ഈ ഒരു ഐസൊലേറ്റിംഗ് ഡൈനാമിക്സിന്റെ എക്സാമ്പിൾ ആണ് ലസ്റ്റ് ഒക്കെ. That is, lust is a self-centered need that can be satisfied in the absence of an intimate interpersonal relationship. അതായത് ഒരു ഇൻറ്റിമേറ്റ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒറ്റയ്ക്ക് സെൽഫ് സെൻറ്റേർഡ് ആയിട്ട് ആ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. In other words, although intimacy presupposes tenderness or love, lust is based solely on sexual gratification and requires no other person for its satisfaction. അപ്പോൾ ഈ ഒരു ഇൻറ്റിമസിയിൽ നമ്മൾ ടെൻഡർനെസ്സും ലവ് ഒക്കെയാണ് പറഞ്ഞെങ്കിൽ ലസ്റ്റിൽ മെയിനായിട്ട് സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതേപോലെ തന്നെ ചിലപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷന് മറ്റൊരാൾ വേണം എന്നുള്ള ആവശ്യം പോലും വരില്ല. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഡൈനാമിസം റിലേറ്റഡ് ടു ടെൻഷനിലെ 3 ടൈപ്പുകൾ. സോ അത്രയുമാണ് about dynamism. ഈ രണ്ടാമത്തെ ടേം ആയിരുന്നു എന്ത്, പേഴ്സോണിഫിക്കേഷൻസ്. ത്രൂ സോഷ്യൽ ഇൻട്രാക്ഷൻസ് ആൻഡ് അവർ സെലക്റ്റീവ് അറ്റൻഷൻ ഓർ ഇൻഅറ്റൻഷൻ വി ഡെവലപ്പ് പേഴ്സോണിഫിക്കേഷൻ ഓഫ് അവർ സെൽസ് ആൻഡ് അതേഴ്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ ഇൻട്രാക്ഷൻസ് നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതിലൂടെ നമ്മൾ ഒന്നുകിൽ സെലക്റ്റീവ് അറ്റൻഷൻ കൊടുക്കും അല്ലെങ്കിൽ ഇൻഅറ്റൻഷൻ കൊടുക്കും. നമുക്ക് ഒന്നുകിൽ നമ്മൾ അറ്റൻഡ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെയാണ് നമുക്ക് ഈ പേഴ്സോണിഫിക്കേഷൻ സാധ്യമാവുന്നത്. നമ്മളെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചുമൊക്കെയുള്ള ഒരു പേഴ്സോണിഫിക്കേഷൻ നടക്കുന്നത് ഇതിലൂടെയാണെന്നാണ് സള്ളിവൻ പറഞ്ഞത്. Sullivan shifted his focus away from Freud and more toward a cognitive approach to understanding personality. Cognitive approach ആണ് സള്ളിവൻ ഇമ്പോർട്ടൻസ് കൊടുത്തത് more than Freud. Then these personifications are mental images that allow us to better understand ourselves around the world. ഇപ്പോൾ നമ്മളെക്കുറിച്ചും നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിനെ കുറിച്ചൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോം ചെയ്യുന്ന മെൻ്റൽ ഇമേജുകളെയാണ് അദ്ദേഹം പേഴ്സോണിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്.
There are three basic ways we see ourselves that Sullivan called. നമുക്ക് 3 വഴിയിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെക്കുറിച്ച് നമുക്ക് നോക്കി കാണാൻ പറ്റും. അപ്പോൾ 3 ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ സെൽഫ് നമ്മളെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോക്കി കാണാൻ വേണ്ടി പറ്റും. ഫസ്റ്റത്തെ ആണ് ദ ബാഡ് മീ, ദെൻ ദ ഗുഡ് മീ, ദെൻ ദ നോട്ട് മീ. ഫസ്റ്റ് ദ ബാഡ് മീ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ it represents those aspects of the self that are considered negative and are therefore hidden from others and possibly even the self. അപ്പോൾ ഇതിൽ ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഈ ഒരു ബാഡ് മീ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകിൽ നമ്മളിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ഹിഡൻ ചെയ്ത് വെക്കുന്ന ആസ്പെക്റ്റുകളായിരിക്കും ഈ ഒരു ബാഡ് മീ ആസ്പെക്റ്റിൽ ഉണ്ടായിരിക്കും. The anxiety that we feel is often a result of recognition of the bad part of ourselves, such as when we recall an embarrassing moment or experience guilt from a past action. ഇപ്പോൾ ഇവിടെ ഈ ഒരു ആൻസൈറ്റി ഫീൽ ചെയ്യുന്ന എപ്പോഴായിരിക്കും, മറ്റുള്ളവരുടെ നമ്മളെ ഏതെങ്കിലും ചീത്ത വശം കണ്ടുപിടിക്കുമോ എന്നുള്ള ആ ഒരു പേടി കൊണ്ടായിരിക്കും. അതേപോലെ തന്നെ ഏതെങ്കിലും നമുക്ക് മുമ്പ് ചെയ്തു പോയ എന്തെങ്കിലും തെറ്റ് ഓർത്തിട്ട് നമുക്കൊരു എംബറാസിങ് മൊമെന്റ് വരുന്ന സമയത്തും ഒരു കുറ്റബോധം വരുന്ന സമയത്തൊക്കെ ആയിരിക്കും ഈ ഒരു ആൻസൈറ്റി അവർക്ക് ഉണ്ടായിരിക്കും. ദെൻ അടുത്തതാണ് ദ ഗുഡ് മീ കൺസെപ്റ്റ്. ഇറ്റ് ഈസ് എവറിത്തിങ് വി ലൈക്ക് അബൌട്ട് അവർ സെൽഫ്. അപ്പം നമ്മളെക്കുറിച്ച് നമുക്ക് ഏതൊക്കെ പേഴ്സണാലിറ്റി ആസ്പെക്റ്റുകൾ ഇഷ്ടമാണോ അത്തരം കാര്യങ്ങളൊക്കെ ഒരു ഗുഡ് മീ ആസ്പെക്റ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. It represents the part of us we share with others and that we often choose to focus on because it produces no anxiety. അപ്പോൾ നമ്മളെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, ഞാൻ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മറ്റുള്ളവരോട് പറയില്ലേ, അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു ഗുഡ് മീ ആസ്പെക്റ്റിലുള്ളതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ അതിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, കാരണം അതൊരിക്കലും നമുക്കൊരു ആൻസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നില്ല. ദെൻ അടുത്തതാണ് ദ നോട്ട് മീ കൺസെപ്റ്റ്. It represents all those things that are so anxiety provoking that we cannot even consider them a part of us. അപ്പം ഇതിൽ വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് ആൻസൈറ്റി പ്രൊവോക്ക് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അപ്പം നമ്മുടെ ഒരു പാർട്ടാണെന്ന് നമുക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളായിരിക്കും ഈ ഒരു നോട്ട് മീൽ ഉണ്ടായിരിക്കാം. Doing so would definitely create anxiety which we spend our lives trying to avoid. അപ്പോൾ അത് ചെയ്താൽ എന്തായാലും ആൻസൈറ്റി ഉണ്ടെന്ന് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ എപ്പോഴും ലൈഫ് ലോങ് അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. The not me is kept out of awareness by pushing it deep into unconscious. അപ്പോൾ ഈ നോട്ട് മീ ആസ്പെക്റ്റിൽ വരുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, നമ്മൾ അൺകോൺഷ്യസ് ലെവലിലേക്ക് സപ്രസ് ചെയ്ത് വെക്കാനാണ് ചാൻസ് കൂടുതൽ. സോ ഇതാണ് പേഴ്സോണിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് ആണ് സെൽഫ് സിസ്റ്റം. It is that pattern of behavior that protects us against anxiety and maintains our interpersonal security. അപ്പം നമ്മുടെ ആൻസൈറ്റിയിൽ നിന്ന് പ്രപ്പോസ് ചെയ്യുന്നതും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഈ ഇന്റർപേഴ്സണൽ സെക്യൂരിറ്റീനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടുള്ളൊരു പാറ്റേൺ ഓഫ് ബിഹേവിയേഴ്സിനാണ് സെൽഫ് സിസ്റ്റം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Self system is a conjunctive dynamism, but because its primary job is to protect the self from anxiety, it tends to suffocate personality change. അപ്പോൾ ഇതൊരു കൺജക്റ്റീവ് ഡൈനാമിക്സ് ആണ്. പക്ഷെ ഇതിന്റെ ജോബ് എന്താണ്, ആൻസൈറ്റീനെ ഉണ്ടാവാതിരിക്കുക, ആൻസൈറ്റിയിൽ നിന്ന് നമ്മുടെ സെൽഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പേഴ്സണാലിറ്റി ചേഞ്ചിനെ സഫോക്കേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഈ ഒരു സെൽഫ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Experiences that are inconsistent with our self-system threaten our security and necessitate our use of security operations to reduce interpersonal tensions. അപ്പോൾ നമ്മുടെ സെൽഫ് സിസ്റ്റത്തിനോട് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ സെക്യൂരിറ്റിയെ ത്രട്ടൻ ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ സെക്യൂരിറ്റി ഓപ്പറേഷൻസ് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുകയും അതേപോലെ തന്നെ ഇന്റർപേഴ്സണൽ ടെൻഷൻസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. സോ ഇത്രയും റോൾസ് ആണ് ഈ സെൽഫ് സിസ്റ്റത്തിന് ഉള്ളത്. One such security operation is dissociation, which include all those experiences that we block from awareness. അതായത് ഈ ഒരു സെക്യൂരിറ്റി ഓപ്പറേഷൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ, പിന്നെ അതിനൊരു എക്സാമ്പിൾ ആണ് ഈ ഒരു ഡിസോസിയേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ഡിസോസിയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നമ്മുടെ അവയർനെസ്സിൽ നിന്ന് അത്തരം എക്സ്പീരിയൻസുകളെ ബ്ലോക്ക് ചെയ്ത് വെക്കുക, അതാണ് ഡിസോസിയേഷൻ. Another is selective inattention, which involves blocking only certain experience from awareness. നമുക്ക് സെലക്റ്റീവ് ആയിട്ട് നമുക്ക് ആൻസൈറ്റി പ്രൊവോക്ക് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം ഇൻഅറ്റൻഷൻ കൊടുക്കുക, അതാണ് സെലക്റ്റീവ് ഇൻഅറ്റൻഷൻ. അത് നമ്മളെ ഈ ഒരു അവയർനെസ്സിൽ നിന്ന് അത്തരം കാര്യങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, അതാണ് സെൽഫ് സിസ്റ്റം. ദെൻ ഡെവലപ്മെന്റൽ എപ്പോക്സ് ആണ് അടുത്ത പോയിന്റ്. Another similarity between Sullivan's theory and that of Freud's theory is the belief that
ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഡിറ്റർമൈൻ ടു എ ലാർജ് ഡിഗ്രി ദ അഡൽട്ട് പേഴ്സണാലിറ്റി. അപ്പോൾ ഈ സള്ളിവന്റെ തിയറിയും ഫ്രൂഡിന്റെ തിയറിയും നോക്കുന്ന സമയത്ത്, കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ രണ്ടുപേരും പറഞ്ഞത് നമ്മുടെ ഈ ഒരു ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ നമ്മളെ അഡൽട്ട് പേഴ്സണാലിറ്റി, ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന എക്സ്പീരിയൻസുകൾ നമ്മുടെ അഡൽട്ട് പേഴ്സണാലിറ്റിയെ നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ്. ആൻഡ് ത്രൂ ഔട്ട് അവർ ചൈൽഡ്ഹുഡ് മദർ പ്ലേസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് റോൾ. രണ്ടുപേരും അഗ്രി ചെയ്ത കാര്യമാണ്. ഈ ഒരു ലൈഫ് സ്പാൻ മൊത്തം നോക്കുന്ന സമയത്ത്, ചൈൽഡ്ഹുഡ് മൊത്തം നോക്കുന്ന സമയത്ത് അമ്മയുടെ റോള്, അമ്മ എന്ന് പറയുന്ന റോള് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്ന ആളാണ്. Unlike Freud, he believed that personality can develop in adolescence and even went to adulthood. അപ്പോൾ ചൈൽഡ്ഹുഡിൽ മാത്രമല്ല പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നടന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത്, അതേപോലെ തന്നെ അഡോളസൻസിലും അഡൽട്ട്ഹുഡിലും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് സള്ളിവൻ പറഞ്ഞത്. ഫ്രൂഡിനെതിരായിട്ട് ആ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഹി കോൾഡ് ദ സ്റ്റേജസ് ഇൻ ഹിസ് ഡെവലപ്മെന്റൽ തിയറി ഓഫ് എപ്പോക്സ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെന്റ് തിയറി ഓഫ് എപ്പോക്സ് എന്നാണ് ഈ ഒരു തിയറിനെ അറിയപ്പെടുന്നത്, സള്ളിവൻ്റെ. He believed that we pass through these stages in a particular order, but the timing of such is dictated by our social environment. അപ്പോൾ ഈ ഇത്തരം സ്റ്റേജുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഇത് ഓരോ സ്റ്റേജിൻ്റെയും ടൈമിങ് നമ്മുടെ സോഷ്യൽ എൻവയോൺമെൻറ്റിനെ അനുസരിച്ചിട്ടാണ്. ചിലർക്ക് ചില സ്റ്റേജുകൾ പെട്ടെന്ന് കടന്നു പോകും, ചിലർക്ക് വൈകി വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ കോണ്ടെക്സ്റ്റ് വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. Much of the focus in Sullivan's theory revolved around the conflicts of adolescence. അപ്പോൾ അഡോളസെൻസിൽ നമുക്ക് വരുന്ന കോൺഫ്ലിക്റ്റുകളെ വെച്ചിട്ടാണ് അധികം മച്ച് ഓഫ് ഫോക്കസും ഈ ഒരു സള്ളിവൻ കൊടുത്തത്. 3 stages were devoted to this period of development and much of the problems of adulthood arise from our turmoil of our adolescence. അപ്പോൾ ഈ ഒരു 3 സ്റ്റേജുകളാണ് ഈ ഒരു പീരീഡ് ഓഫ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ തിയറി ഓഫ് എപ്പോക്സിലുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ അഡൽട്ട്ഹുഡിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിൻ്റെ ഒക്കെ മെയിൻ റീസൺസ് എവിടെയാണ് ഉണ്ടാകുന്നത്? അഡോളസെൻസിലുള്ള ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്നാണ് സള്ളിവൻ പറഞ്ഞത്. സള്ളിവൻ സോ ഇന്റർപേഴ്സണൽ ഡെവലപ്മെന്റ് ആസ് ടേക്കിംഗ് പ്ലേസ് ഓവർ 7 സ്റ്റേജസ്. അപ്പോൾ ഈ ഒരു ഇന്റർപേഴ്സണൽ ഡെവലപ്മെന്റിന് 7 സ്റ്റേജുകൾ ഉണ്ടെന്നാണ് സള്ളിവൻ പറഞ്ഞത്. ഫ്രം ഇൻഫാൻസി ടു മെച്യൂർ അഡൽട്ട്ഹുഡ്. ഇൻഫാൻസി തൊട്ട് മെച്യൂർ അഡൽട്ട്ഹുഡ് വരെ 7 സ്റ്റേജുകളുണ്ട്. പേഴ്സണാലിറ്റി ചേഞ്ചസ് ആർ മോസ്റ്റ് ലൈക്ലി ഡ്യൂറിങ് ട്രാൻസിഷൻ ബിറ്റ്വീൻ സ്റ്റേജസ്. അപ്പോൾ ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് ട്രാൻസിഷൻ നടക്കുന്ന സമയത്താണ് ഈ ഒരു പേഴ്സണാലിറ്റി ചേഞ്ചുകൾ നടക്കുന്നതെന്നാണ് സള്ളിവൻ പറഞ്ഞത്. ദെൻ ആ ഒരു 7 സ്റ്റേജുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തത് ഇൻഫാൻസി, ബർത്ത് ടു 1 year ആണ്. From birth to about age 1, the child begins the process of developing, but Sullivan did not emphasize the younger years to near the importance as Freud. അപ്പോൾ ഈ ബർത്ത് ടു 1 year കുട്ടികൾക്ക് ഡെവലപ്മെന്റ് ഒക്കെ നടക്കും. പക്ഷേ ഫ്രൂയിഡ് പറഞ്ഞ അത്രയും രീതിയിൽ ആ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഒന്നും ഈ ഒരു ഇൻഫാൻസി പീരീഡിന് അദ്ദേഹം കൊടുത്തിട്ടില്ല. Then childhood 1 year to 5 years ആകുന്ന സമയത്ത് ഡെവലപ്മെന്റ് ഓഫ് സ്പീച്ച് ആൻഡ് ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കീ ഇൻ ദ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്. അപ്പോൾ അവർക്ക് സ്പീച്ച് ഡെവലപ്മെന്റ് ഉണ്ടാവും, കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഇംപ്രൂവ് ചെയ്യും. ആ ഒരു പീരീഡ് ആണ് ഈ ഒരു ചൈൽഡ്ഹുഡ് ഏജിൽ വരുന്നത്. ദ ജുവനൈൽ ഏജസ് ആണ് 6 to 8 years. മെയിൻ ഫോക്കസ് ആസ് എ ജുവനൈൽ ഈസ് ദ നീഡ് ഫോർ പ്ലേമേറ്റ്സ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് ഹെൽത്തി സോഷ്യലൈസേഷൻ. അപ്പോൾ നമുക്ക് കളിക്കൂട്ടുകാർക്ക് കിട്ടുന്ന അതിന് വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഹെൽത്തി സോഷ്യലൈസേഷൻ ഒക്കെ ബിഗിൻ ചെയ്യുന്നത് ഈ ഒരു ജുവനൈൽ ഏജസിലാണ്. ഇനി 4ാമത്തെ സ്റ്റേജ് ആണ് പ്രീ അഡോളസൻസ്, 9 to 12 yearsലാണ്. ചൈൽഡ്സ് അബിലിറ്റി ടു ഫോം എ ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് എ പിയർ ഇസ് ദ മേജർ ഫോക്കസ്. ഒരു സെയിം ഏജ് പിയറിനോട് എന്ത് ചെയ്യുക, ക്ലോസ് റിലേഷൻഷിപ്പ് ഫോം ചെയ്യാനുള്ള അബിലിറ്റി ഒക്കെ ഈ ഒരു പ്രീ അഡോളസൻസ് ഏജിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ദിസ് റിലേഷൻഷിപ്പ് വിൽ ലേറ്റർ അസസ് ദ ചൈൽഡ് ഫീലിംഗ് വർത്തി ആൻഡ് ലൈക്കബിൾ. അപ്പം നന്നായിട്ട് നമ്മുടെ പിയർ ഗ്രൂപ്പിനോട് റിലേഷൻഷിപ്പ് ഫോം ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരോട് സ്വന്തമായിട്ടൊരു വർത്തിനെസ് ഒക്കെ ഫീൽ ചെയ്യും അല്ലേ. അതേപോലെ തന്നെ ഒരു ഫീലിംഗ് ഓഫ് വർത്തി ഉണ്ടാവും, മറ്റുള്ളവർക്കൊക്കെ എന്നെ ഇഷ്ടമാണെന്നുള്ളൊരു തോട്ടും അവർക്ക് വരും. Without this ability, forming the intimate relationship in late adolescence and adulthood will be difficult. അപ്പോൾ ഈ പ്രീ അഡോളസൻസിൽ ഇത്തരം ക്ലോസ് റിലേഷൻഷിപ്പ് ഒന്നും ഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ഭാവിയിൽ അഡോളസൻസിലും അഡൽട്ട്ഹുഡിലും ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് ഫോം ചെയ്യാനുള്ള ഒരു ഡിഫിക്കൽട്ടി അവർക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഇനി 5ാമത്തെ സ്റ്റേജ് ആണ് ഏർലി അഡോളസൻസ്, 13 to 17 yearsലാണ് വരുന്നത്. The onset of puberty changes this need for friendship to a need for sexual expression. അപ്പോൾ ഈ ഒരു പ്യൂബർട്ടി ഒക്കെ വരുന്നത് ഈ ഒരു ഏർലി അഡോളസൻസിലാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു നീഡ് ഫോർ ഫ്രണ്ട്ഷിപ്പ് എന്ത് ചെയ്യും, മാറിയിട്ട് നീഡ് ഫോർ സെക്ഷൽ എക്സ്പ്രഷൻ ആയിട്ട് മാറും.
Self-worth will often becomes synonymous with the sexual attractiveness and acceptance by opposite sex peers. അപ്പോൾ സെൽഫ് വർത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു മറ്റ് ഒരു സെക്ഷൽ അട്രാക്റ്റീവ്നെസ് കൊണ്ടുവരാൻ വേണ്ടി എപ്പോഴും സുന്ദരന്മാരും സുന്ദരികളായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സെക്സ് പിയേഴ്സ് ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ പെരുമാറാൻ വേണ്ടിയൊക്കെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ദെൻ ലേറ്റ് അഡോളസെൻസിൽ 18 to 22 or 23 ഇയേഴ്സ് ആവുന്ന സമയത്ത് നീഡ് ഫോർ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് നീഡ് ഫോർ സെക്ഷൽ എക്സ്പ്രഷൻ ഗെറ്റ് കമ്പൈൻഡ് ഡ്യൂറിങ് ലേറ്റ് അഡോളസെൻസ്. അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടുള്ളതും സെക്ഷൽ എക്സ്പ്രഷന് വേണ്ടിയിട്ടുള്ളതൊക്കെ കമ്പൈൻ ചെയ്യുന്നത് ഈ ഒരു ലേറ്റ് അഡോളസെൻസ് സ്റ്റേജിലാണ്. എ ലോങ് ടേം റിലേഷൻഷിപ്പ് ബിക്കംസ് ദ പ്രൈമറി ഫോക്കസ്. അപ്പോൾ ലോങ് ടേം റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കും അവരുടെ ഏറ്റവും ഫോക്കസ് ചെയ്യുന്നൊരു ഏരിയ. Conflict between parental control and self-expression are commonplace, and the overuse of selective intention in previous stages can result in a skewed perception of the self and the world. അപ്പോൾ ഇവിടെ ഒരു പാരന്റൽ കോൺഫ്ലിക്റ്റുകളൊക്കെ വരുന്ന സമയത്തും അതേപോലെ തന്നെ സെലക്റ്റീവ് ഇൻറ്റൻഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു സെൽഫിനെ കുറിച്ചും വേൾഡിനെ കുറിച്ചുള്ള പെർസെപ്ഷനിലൊക്കെ പ്രശ്നങ്ങൾ വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഇനി ലാസ്റ്റ് അഡൽട്ട്ഹുഡ് ആവുന്ന സമയത്ത് 23 ഇയേഴ്സ് ആൻഡ് എബോവ് ആണ് ഈ ഒരു അഡൽട്ട്ഹുഡ് സ്റ്റേജ്. സ്ട്രഗിൾസ് ഓഫ് അഡൽട്ട്ഹുഡ് ഇൻക്ലൂഡ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, കരിയർ ആൻഡ് ഫാമിലി. അപ്പോൾ അഡൽട്ട്ഹുഡ് ആവുന്ന സമയത്തേക്ക് സ്വന്തമായിട്ട് അധ്വാനിക്കേണ്ടി വരും, പൈസ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു കരിയറും ഫാമിലിയും ഒക്കെ കൊണ്ടുപോവുക, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാവുക, അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു അഡൽട്ട്ഹുഡിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. വിത്ത് സക്സസ് ഡ്യൂറിങ് പ്രീവിയസ് സ്റ്റേജസ് എസ്പെഷ്യലി ദോസ് ഇൻ ദ അഡോളസെന്റ് ഇയേഴ്സ് adult relationship and much needed socialization become more easy to attain. അപ്പോൾ മറ്റുള്ള ബാക്കി മുന്നേ ഉണ്ടായിരുന്ന സ്റ്റേജുകളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല റിലേഷൻഷിപ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. വിത്തൗട്ട് എ സോളിഡ് ബാക്ക്ഗ്രൗണ്ട് ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്ട് ദാറ്റ് റിസൾട്ട് ഇൻ ആൻസൈറ്റി ബിക്കം മോർ കോമൺ പ്ലേസ്. നമുക്കൊരു സോളിഡ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലയെന്ന് വിചാരിക്കാം, മറ്റുള്ള പ്രീവിയസ് സ്റ്റേജുകളൊന്നും നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ഒന്നും ഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെയും അതേപോലെ തന്നെ ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടാകാൻ വേണ്ടി ചാൻസ് ഉണ്ട് അഡൽട്ട്ഹുഡ് ആണെങ്കിൽ കൂടി. സോ ഇത്രയുമാണ് ആ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജുകൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ എപ്പോക്സ്. ഇനി സള്ളിവന്റെ തിയറി നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. Sullivan's theory of personality and his approach to psychotherapy have lost popularity in recent years. ഇപ്പോൾ ഈ ഒരു റീസെൻ്റ് ആയിട്ട് ഈ ഒരു സള്ളിവന്റെ തിയറി എന്ത് ചെയ്തു, പോപ്പുലാരിറ്റി നഷ്ടപ്പെട്ടു. In summary, his theory rates very low in falsifiability, low in its ability to generate research, and an average in its capacity to organize knowledge and to guide action. അപ്പോൾ നമുക്ക് റിസർച്ചുകളൊക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഡിഫിക്കൽട്ടാണ് ഈ ഒരു സള്ളിവന്റെ തിയറി വെച്ചിട്ട്. അതേപോലെ തന്നെ നോളജിനെ ഓർഗനൈസ് ചെയ്യാനും ആക്ഷനെ ഗൈഡ് ചെയ്യാനൊക്കെ ഇതിന് കുറച്ചൊരു ആവറേജ് കപ്പാസിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇൻ അഡീഷൻ ഇറ്റ് ഈസ് ഓൺലി ആവറേജ് ഇൻ സെൽഫ് കൺസിസ്റ്റൻസി ആൻഡ് ലോ ഇൻ പാഴ്സിമണി. അപ്പോൾ സെൽഫ് കൺസിസ്റ്റൻസി ആവറേജ് മാത്രമേ ഉള്ളൂ, പാഴ്സിമണി ഭയങ്കര ലോ ആയിരുന്നു. Because Sullivan saw human personality as largely being formed from interpersonal relationship, his theories rates very high on social influence and very low on biological ones. അപ്പോൾ ഈ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിനാണ് അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഒരു ബയോളജിക്കൽ ഒരു കാര്യത്തിന് അദ്ദേഹത്തിന് ലോ എംഫസിസ് ആണ് കൊടുത്തത്. In addition, it rates high on unconscious determinants, average on free choice, optimism and casuality, and low on uniqueness. അപ്പോൾ ഇദ്ദേഹം കൂടുതലായിട്ട് എംഫസൈസ് ചെയ്തത് അൺകോൺഷ്യസ് ഡിറ്റർമിനൻസിനെയാണ്. ഫ്രീ ചോയ്സും ഒപ്റ്റിമിസത്തും കാഷ്വാലിറ്റിക്കും ഒക്കെ ഒരു ആവറേജ് ലെവലായിരുന്നു. ദെൻ യുണീക്നെസ്സിന് ഏറ്റവും ലോ ലെവലായിരുന്നു ഈ ഒരു തിയറി റേറ്റ് ചെയ്യുന്നത്. സോ അത്രയാണ് സള്ളിവന്റെ തിയറി. നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. All the theories in psychology that see human functioning based upon the interaction of drives and forces within the person fall under psychodynamic theory. അപ്പോൾ നമ്മുടെ ഡ്രൈവുകളും അതേപോലെ തന്നെ ഇന്ന ഫോഴ്സുകളൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഇൻട്രാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ഡെവലപ്മെൻ്റ് ഒക്കെ ഈ ഒരു സൈക്കോഡൈനാമിക് തിയറിയിലാണ് ഉണ്ടായിട്ടുള്ളത്. ഫ്രോയിഡിൻ്റെ സൈക്കോ അനാലിസിസ് ആണ് ഒറിജിനൽ സൈക്കോഡൈനാമിക് തിയറി. ഫ്രോയിഡിൻ്റെ സൈക്കോഅനലിറ്റിക് തിയറിയിൽ നമ്മൾ 3 മെയിൻ ഹെഡിങ്സ് നോക്കി: സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി, ഡൈനാമിക്സ് ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി. ദെൻ ഹോർണി റീഫോർമുലേറ്റ് ചെയ്ത് ഫ്രോയിഡിൻ്റെ തോട്ട് റീഫോർമുലേറ്റ് ചെയ്തിട്ട് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് കൊണ്ടുവന്നു. സോഷ്യൽ ഇൻഫ്ലുവൻസിനും കൾച്ചറൽ ഇൻഫ്ലുവൻസിനും അതേപോലെ തന്നെ ഹ്യൂമൻ ഗ്രോത്തിനും സെൽഫ് ആക്ച്വലൈസേഷൻ അച്ചീവ്മെൻറ്റ് ചെയ്യുക, അത്തരം കാര്യങ്ങൾക്കൊക്കെ ആയിരുന്നു ഹോണി ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഹോണിൻ്റെ തിയറി നമുക്ക് 3 കാര്യങ്ങൾ വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു: ബേസിക് ആൻസൈറ്റിയും ന്യൂറോട്ടിക് നീഡ്സും അതേപോലെ തന്നെ മെഷേഴ്സ് ടു കോപ്പ് വിത്ത് ആൻസൈറ്റിയും. ദെൻ പിന്നെ വന്നത് സള്ളിവൻ ആയിരുന്നു. സള്ളിവൻ എന്ത് ചെയ്തു, ഫോക്കസ് കൊടുത്തത് സോഷ്യൽ ആസ്പെക്റ്റും കോഗ്നിറ്റീവ് റെപ്രസെൻറ്റേഷനും ആയിരുന്നു. Sullivan called his approach an interpersonal theory of psychiatry. For Sullivan, relationships ആയിരുന്നു പ്രൈമറി ആയിട്ടുള്ള കാര്യം.
ദെൻ സലീവന്റെ തിയറി നമ്മൾ 3 മെയിൻ ഹെഡിങ്സിലാണ് പഠിച്ചത്. ഡൈനാമിക്സ് ഓഫ് പേഴ്സണാലിറ്റിയും, എഞ്ചിനീയറിംഗ് ആസ്പെക്ട് ഓഫ് പേഴ്സണാലിറ്റിയും, അതേപോലെ തന്നെ ഡെവലപ്മെന്റൽ എപ്പോക്സും. സോ ഇത്രയുമാണ് നമ്മുടെ ഈ യൂണിറ്റ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.